എന്നാ അമ്മ ഇപ്പൊ വെണ്ടയ്ക്കൊക്കെ അരിഞ്ഞേക്കുന്നേ? നാളെ രാവിലെ നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ തേങ്ങ വറുത്തരച്ച തീയിൽ വെക്കാം. അതിന് എന്നാ അത്ര ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. നല്ല ചോറിന് കൂട്ടാൻ. അപ്പം നമുക്ക് അരിഞ്ഞു വെച്ചില്ലെങ്കിൽ രാവിലെ സമയം കിട്ടത്തില്ല. എല്ലാം നേരത്തെ ഇത് വെക്കുവോ? അതിനുള്ളത് വൈകുന്നേരം എല്ലാം നാളത്തേനുള്ള കറിക്കുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെക്കും. ഇപ്പം അത് അരിഞ്ഞു വെച്ചു. ഇനി വൈകിട്ട് നമുക്ക് എന്നതാ മീൻ വറക്കാനിരിപ്പുണ്ട്. അപ്പം മീൻ വറുത്തതിൻ്റെ കൂട്ടത്തില് ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ലതല്ലേ ചോറിന്? ഒരു ചമ്മന്തിയും കൂടെ അരച്ചാലോ? അരച്ചേക്കാം. എന്നാ ജിമ്മനെ വിളിക്കൂ തേങ്ങ ഇരണ്ടാൻ. ഇടിച്ചോണ്ട് വാ. തേങ്ങ ചിരണ്ടു. പുതിയ തേങ്ങ ഇരണ്ടുന്ന മിഷീന. എത്ര തേങ്ങ ഇരണ്ടടേന്ന്? രണ്ടു മൂന്നെണ്ണം. എത്ര പ്രാവശ്യം എണ്ണണം? ഒറ്റ തവണ എണ്ണിയാ 15 എണ്ണം. ഇപ്പൊ തെറിക്കും. ചിലപ്പം തേങ്ങ ഇരണ്ടിക്കോ. മീനും കൂടെ ഇറക്കാം. ഇതെന്നാ അമ്മ മീന്? ഇത് കിരിയാൻ. എല്ലാ മീനും ഒരേപോലെ. ഞാൻ അയലയാണോ? അയലയുടെ അനിയനായിട്ട് വരും. ഇത് നോക്കിയാ എണ്ണക്കകത്ത് കൈയിടുന്ന. എണ്ണക്കകത്ത് കൈയിട്ടില്ല. മീൻ്റെ മണ്ടല്ലേ ഞാൻ തൊട്ടുള്ളൂ. അതിനകത്ത് കൊണ്ട് കൈ ഇടട്ടെ. ഇല്ലടാ, മീൻ്റെ മണ്ടല്ലേ ഞാൻ തൊട്ടുള്ളൂ. എണ്ണക്കകത്തിട്ട് പോകും. തിളച്ച എണ്ണയാ. അതിനാന്നറിയോ, ഈ മീൻ തണുത്തതാണല്ലോ, അതുകൊണ്ടാ ധൈര്യമായിട്ട് മണ്ട പിടിച്ചത്. ഉച്ചക്ക് വെട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചായിരുന്നു, അരപ്പെല്ലാം വരട്ടി. അതുകൊണ്ടാണ് ധൈര്യമായിട്ട് തൊട്ടത്. തേങ്ങ ഇരണ്ടി കഴിഞ്ഞോ പോപ്പി? അതിനകത്ത് മുഴുവനായില്ലല്ലോ. അതിന് സ്പൂണ് വെച്ച് തരണ്ടേ? കുഞ്ഞി ഇഞ്ചി ചിരണ്ടിയോ? ഇഞ്ചിയും പുളിയും കൂടെ വെച്ചരയ്ക്കാം. ഓക്കെ, ചെത്തിക്കൊണ്ട് വരൂ. ബാക്കി സാധനങ്ങളെല്ലാം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുളി ഇട്ടു. ഇനി മുളകും കൂടി വറുത്തെടുക്കണം. അവിടെ ചിരണ്ടി കഴുകിക്കൊണ്ട് പോയേ. അങ്ങനെ നമ്മുടെ ഇഞ്ചിയും പുളിയും ഉള്ളിയും ഉപ്പും തേങ്ങയും എല്ലാം കൂടെ വെച്ചരച്ച വത്തലമുളകും ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അമ്മയ്ക്ക് ഇന്ന് നല്ല ഇഷ്ടമായിരിക്കുവേ. മീൻ വറുത്തതും ചമ്മന്തിയും ചൂട് ചോറും അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ശരി, നാരങ്ങാച്ചാറും കൂടെ ഉണ്ടെങ്കിൽ ചമ്മന്തി നാരങ്ങാച്ചാറും കൂടെ നല്ല കോമ്പിനേഷൻ ആണ്. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടതാ. പിന്നെ അരകല്ല് വെച്ചരയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ്. പക്ഷേ അരകല്ലിൽ വെച്ചരയ്ക്കാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട്, സൗകര്യം ഇല്ലാന്ന് പറഞ്ഞാൽ ആ മീനിങ് അല്ല കേട്ടോ. നമുക്ക് അരകല്ല് കൊണ്ട്, അരകല്ല് എടുത്തോണ്ട് വന്നില്ല ഇതുവരെ. അരകല്ല് വേറെ ഇരിപ്പുണ്ട്, എടുത്തോണ്ട് വന്നില്ല അത്. അതുകൊണ്ട് ഒന്ന് പോയി എടുത്തോണ്ട് വരണം. കല്ല് വെച്ചരച്ചാലേ ചമ്മന്തിക്ക് നല്ല ടേസ്റ്റ്. എങ്ങനെയാ, പൊതിച്ചോറാക്കിയാലോ? പൊതിച്ചോറ് കിട്ടിയിട്ട് കുറേ ദിവസമായല്ലേ? എവിടെയും പോകട്ടെ. വണ്ടി കിട്ടാത്തോണ്ട് എവിടെയും പോകുന്നില്ലല്ലോ. എങ്ങും പോകാത്തോണ്ട് പൊതിച്ചോറും കഴിക്കുന്നില്ല. അപ്പൊ ഇനി ഇരിക്കട്ടെ, മീനും കൂടെ വേകട്ടെ. അച്ഛൻ വന്നില്ലല്ലോ, ഇപ്പൊ വരും. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് പോപ്പി പാക്കിങ് ആണെന്ന് തോന്നുന്നല്ലേ? പോയി നോക്കിയിട്ട് വരാം. എന്നെ പോപ്പി എന്നെ എടുക്കോടെ? ഇത് രണ്ടും നാളെ പോകാനുള്ളതാണ്. ഒരെണ്ണം കൂടെ പാക്ക് ചെയ്യാനുണ്ട്. ഇന്നിപ്പോ 4 കഴിച്ചു. ഏതായാലും പുതിയ ജോലി കിട്ടി. ശമ്പളമൊക്കെ കിട്ടൂടെ? ബിസിനസ് ഒക്കെ വളരട്ടെ. വളർന്നു കഴിയുമ്പോ ശമ്പളമൊക്കെ കിട്ടും. സ്റ്റോക്ക് എല്ലാം പറയണ്ടേ? സ്റ്റോക്ക് എല്ലാം പറയണം. അച്ഛൻ കൂടെ വന്നിട്ട് നമുക്കത് വിശദമായിട്ട് പറയാം. അച്ഛൻ വന്നല്ലോ. അച്ഛൻ വന്നിട്ടുണ്ട്. ഈ വെളിയിൽ ഇറങ്ങിയപ്പോ നല്ല തണുപ്പല്ലേ? തണുത്ത കാറ്റ് ഉണ്ടോ? അകത്തിരുന്നപ്പോ ഇറങ്ങിയല്ലേ. കറിവേപ്പില ഉണ്ടടാ, കറിവേപ്പില. നാളത്തെ ചമ്മന്തിപ്പൊടിക്കുള്ള കറിവേപ്പില. നല്ല ഇലയാണല്ലോ. ഇത് ഞങ്ങളെ കൊച്ചിറക്കി പോയായിരുന്നു.
സാറാമ്മയെ കൊണ്ടുപോകാനായിട്ട്. അവിടെ എന്നിട്ട് ചെന്നപ്പോൾ താറാമേ ഇഷ്ടം പോലെ സാറാമ്മ വീട്ടിൽ കൊണ്ട് വിട്ടു. അത് ശരി, ഞാനോർത്തി വണ്ടിക്കകത്തുണ്ടെന്ന്. ഇല്ലില്ല, അന്നേരം അവിടെ ഇഷ്ടം പോലെ കരിയാപ്പില നിൽപ്പുണ്ടായിരുന്നു. അത് കൂട്ട് അങ്ങ് ഓടിച്ചു. ഇതിനകത്ത് വേറെ ഏതാണ്ട് സാധനം എല്ലാം ഉണ്ട് കേട്ടോ. കരിയേപ്പിന്റെ കാ കണ്ടിട്ടുണ്ടോ? ആ ഇതുണ്ടോ? നല്ല കൊല കൊലയായിട്ട് ഇതുണ്ടോ? അത് കൊള്ളാം. അവിടുന്ന് ഓടിച്ചു തന്നു കേട്ടോ. നാളത്തെ സമ്മന്തിപ്പൊടി ചേർക്കാൻ ഇഷ്ടം പോലെ ഉണ്ട്. അതെ. ഇപ്പം നമ്മുടെ കരിയാപ്പില എല്ലാം നമുക്കേ ഇങ്ങനെ അടത്തിയിട്ട് കവറിനകത്തിട്ട് കെട്ടി ഫ്രിഡ്ജിലോട്ട് വെക്കാം. അന്നേരം അങ്ങനെ ഈ കവറിനകത്തിട്ടിട്ട് നല്ലപോലെ എയർ കയറാതെ കെട്ടി വെച്ചിട്ട് ഒരു കവറും കൂടി ഇട്ട് കെട്ടി വെച്ച് കഴിയുമ്പോൾ ഫ്രഷായിട്ട് തന്നെ ഇവിടെ ഇരുന്നോളും. പിന്നെ നമുക്ക് ചമ്മന്തി പൊടിക്കുമ്പോൾ നല്ലപോലെ കരിയാപ്പില ചേർത്തങ്ങ് കുടിക്കാം. അതിനകത്തുണ്ടായിരുന്ന ഇത് കുഞ്ഞുമത്തങ്ങ. അത് കണ്ടില്ലായിരുന്നല്ലോ. നല്ല മത്തങ്ങ, മറ്റേ ഉരുണ്ട മത്തങ്ങയല്ലേ, അത് വെച്ച് നമുക്ക് ചമ്മന്തി അരച്ച് നോക്കണം. മത്തങ്ങ ചമ്മന്തിയേ നല്ല ടേസ്റ്റ് അല്ലേ മത്തങ്ങ ചമ്മന്തി. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പാക്കിംഗ് എല്ലാം പെട്ടെന്ന് തീർന്നോ? ഇന്നത്തെ പണിയൊക്കെ തീർന്നു. എല്ലാം പാക്ക് ചെയ്ത് അയച്ചു. പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നാളെ അയക്കാനുള്ളത്. ഇന്ന് 4 അയച്ചു, നാളെ 3 അയക്കാനുണ്ട്. നല്ലൊരു ആക്റ്റീവായിട്ട് വരുന്നുണ്ട് കേട്ടോ. രാവിലെ എന്തെങ്കിലും വന്ന് അതും കൂടെ പാക്ക് ചെയ്തിട്ട് നാളെ അയക്കും. ഇന്ന് വന്ന് 3 ഉത്സാഹമായി. പിന്നെ പണിയെടുക്കണം, എല്ലാവർക്കും ഓരോ പണിയായി നോക്കിയാലേ പറ്റുള്ളൂ ഒരു കാര്യം. എന്റെ ജോലി ഞാൻ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി ഇപ്പം പോപ്പി ഏതാണ്ട് ലെവലിലേക്ക് കയറി കയറി വരുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റോക്ക് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശർക്കര വരട്ടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഉപ്പേരി ഉണ്ട്, പിന്നെ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം ഇനി കൊടുക്കുന്ന പിന്നെ ഏലക്കായും കുരുമുളകും അതൊക്കെ വേറെ ഇരിപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം പാക്ക് ചെയ്ത് അയക്കുന്ന കാര്യം ഇപ്പൊ ഞാൻ കുറെ നാളായിട്ടുള്ള ഒരു ലൈൻ കറക്റ്റ് ആക്കി തന്നിട്ടുണ്ട്. ഇനി അത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഞാൻ ഇവിടെ വരുമ്പോഴേ വാട്സപ്പ് നോക്കുന്ന എന്തെങ്കിലും വന്നിട്ടുണ്ട് അപ്പൊ തന്നെ അത് നോട്ട് ചെയ്തിട്ട് സാധനം എടുത്ത് അന്നേരം തന്നെ പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി. നിന്റെ കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറായിട്ട് നിയമിച്ചിരിക്കുന്നു. ഇനി നീ ആണ് ഇവിടുത്തെ അപ്രന്റീസ്. ട്രെയിനിങ് ആട്ടോ. നീ ചിരിക്കണ്ട, നിനക്കുണ്ട്. അവൻ പയ്യെ പുറകോട്ട് വരിക. അല്ല, അവനെ കൂടെ ഓരോരോ സംവിധാനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. കുക്ക് വന്ന സമയം കൊണ്ട് സാധനം എല്ലാം സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തിപ്പൊടിയും ചിപ്സും എല്ലാം സ്റ്റോക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ശർക്കര വരട്ടി ഉണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്, ചിപ്സ് ഉണ്ട്, ഏലക്ക ഉണ്ട്, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, കറുവപ്പട്ട, കൊടംപുളി. ഇത്ര സ്റ്റോക്ക് ഉണ്ട്. ഇനിയിപ്പോ വാളംപുളിയുടെ സീസൺ പഴയത് നമ്മൾ തന്നെ കൊണ്ടുവന്ന് തീർത്തേ. അന്നേരം അപ്രാവശ്യം ഉണങ്ങുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ പഴയത് എടുക്കാൻ ചക്ക സീസൺ ആയിട്ട് വേണം ഒരു പുളി പൊളിക്കാൻ. അതെ, ചക്ക സീസൺ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ ചിപ്സ് എല്ലാം ഓർഡർ ഇപ്പോഴേ തന്നെ റെഡി. ചക്ക സീസൺ ആകുമ്പോൾ നമ്മള് ബംഗാളികളായിരിക്കും. പിന്നെ ചക്കയുടെ പ്രോഡക്ട്സ് ഉണ്ടാക്കണം. ചക്ക ചിപ്സ് മാത്രമല്ല കണ്ടുപിടിക്കണം. ചക്ക പൊടി, ഉണക്കി പൊടിച്ച ചക്കപ്പൊടി. ചക്ക കിട്ടിയാലല്ലേ പറ്റുള്ളൂ. ഞാൻ ചക്ക ഇല്ല ഇവിടെ ഉണ്ടാകുന്നുണ്ട്, കുറവാ. വ്യത്യാസം ഉണ്ടായിരുന്നു. കൊരുക്കണ്ട് പോയപ്പോ കണ്ടു പനിക്ക് ഇത്രയൊക്കെ ചക്ക ഇഷ്ടം പോലെ. ഞങ്ങൾ ഇന്ന് മറ്റേ ഡ്രയറിന്റെ കേസിൽ പോയായിരുന്നു. മറ്റേ ഏലക്ക വാങ്ങുന്ന സ്റ്റോർ വെക്കാൻ. അതെവിടെയാ നിങ്ങൾ പോയ? കൊച്ചറയ്ക്കോ? 2-3 ഇടത്തുണ്ട്. 2-3 കൊട്ടേഷൻ എടുക്കാൻ പോയത്. അപ്പം അവിടെ ചെന്നപ്പോൾ അവിടെ ചെറിയ ഡ്രയർ ഉണ്ടായിരുന്നു. ചെറിയ ഡ്രയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചക്ക എന്ന് വേണ്ട സകല സാധനങ്ങളും ഉണങ്ങാൻ പറ്റും. ഇറച്ചി, മീന്, പച്ചക്കറികള് എല്ലാം ഉണങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡ്രയർ ഉണ്ട്. 250,000 രൂപ ആവും. പക്ഷെ നല്ല രീതിയിൽ ഉണങ്ങിയെടുക്കാം. കുറച്ചുകൂടി എല്ലാ സാധനങ്ങളും നല്ലൊരു ഡ്രയറാണ്. ഇലക്ട്രിക് ആണ്. അത് ഒരെണ്ണം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും കൂടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ഇടിയിറച്ചിയൊക്കെ ഉണ്ടാക്കാം. പിന്നെ അതുപോലെ തന്നെ അവിടെ അതിനകത്തെല്ലാം ഉണങ്ങി വെച്ചേക്കുന്ന സാധനം എന്നൊക്കെയാണെന്ന് അറിയാം. മുള ഉണങ്ങി വെച്ചേക്കുന്നത്, പാവക്ക ഉണങ്ങി വെച്ചേക്കുന്നു, പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല, അതെല്ലാം നല്ല രസമാണ്. അതൊരു നല്ലൊരു ഇതായിട്ടാ ചെയ്ത് വെച്ചേക്കുന്നത്. സൈസ് ഒരു ചെറിയ ഡ്രയർ ഉണ്ട്. ഈ ടേബിളിന് അത്ര ഉള്ളു സാധനം. ഇത്ര പൊക്കം കാണും. ഇതിനകത്ത് കുറെ ഡ്രൈ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അത് നല്ലൊരു ഇതാണ്. അപ്പോൾ അതിന് ഒരെണ്ണം എന്നെ പറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം സെറ്റ് ചെയ്യാനായിട്ട്. അത് നമുക്ക് വീട്ടിൽ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്ക് ഈ പിന്നെ അച്ചാറിന്റെ നോക്കാം. അത് നമുക്ക് സെറ്റ് ഒരു കാര്യമല്ല, അത് അടയ്ക്കുന്നതിന്റെ അതൊക്കെ പഠിക്കണം. അല്ല, അത് നോക്കാം. അത് നമുക്ക് നോക്കാം. ഒരു കാര്യം ചെയ്യാം, സമയം പോയില്ല, കഴിച്ചേക്കാം അല്ലേ? അപ്പൊ ഇന്ന് കൊള്ളാം കേട്ടോ. നല്ല
ഇഞ്ചിയും പുളിയും വെച്ചരച്ച ചമ്മന്തി. ആ കൊതിപ്പിക്കുക. പുറത്തുള്ളവരെല്ലാം കാണുക. ചോറും ഇത് നമ്മുടെ ഏത്തയ്ക്ക ചിപ്സ് ഉണ്ടാക്കാൻ വാങ്ങിച്ച കുട്ടി ഏത്തയ്ക്ക 2 എടുത്ത് തോരൻ വെച്ചതാ. അത് കുഴപ്പമില്ല, നല്ല ഹെൽത്തി സാധനം. നല്ല തോരനായിരുന്നു. പിന്നെ മീൻകാരന്റെ വക നല്ല അടിപൊളി കിരിയാൻ. നല്ല കിരിയാണ്. പിന്നെ ഇതുണ്ട്, രസമുണ്ട്. വേണോ? രസം വേണോ? പിന്നെ രസം വേണ്ടേ? അതെ, രസം കൂടെ വേണം. എന്നാലേ രസം. ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കി. പോപ്പിക്ക് ചമ്മന്തി വലിയ ഇഷ്ടമൊന്നും ഇല്ല. പിന്നെ ഇന്ന് മീനിന്റെ അകത്തെ പ്രോട്ടീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. കൊള്ളാം, നല്ല അടിപൊളി സാധനം. രസം കൂടെ വെച്ച് കഴിഞ്ഞാണല്ലോ സൂപ്പറാ. രസം വന്നപ്പോ നല്ല രസമുണ്ടോ? പിന്നെ നല്ല അടിപൊളി രസം. രസം വരുമ്പോ തമിഴ്നാട്ടിൽ ഇരുമണം പറ്റുമല്ലേ. പക്ഷെ നമ്മൾ എങ്ങനെയൊക്കെ രസം വെച്ചാലും ഉണ്ടല്ലോ, തമിഴ്നാട്ടിൽ അവര് വെക്കുന്ന പോലത്തെ രസം ആവുകയില്ല. അതെങ്ങനാന്ന് അറിയത്തില്ല. അവരുടെ ആ രസത്തിന്റെ പാത്രം തുറക്കുമ്പോഴേ നല്ല മണം വരുവല്ലേ. മല്ലിയിലയാണോ അത്? പക്ഷെ നമ്മള് മല്ലിയിലൊക്കെ ഇട്ടതാ. നല്ല ടേസ്റ്റാ രസത്തിന്. പിന്നെ എനിക്ക് നല്ല ചൂട് കഞ്ഞി വേണം. ആണോ? ചമ്മച്ചി സ്പെഷ്യലായിട്ട് ചൂട് കഞ്ഞി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കഞ്ഞിയും രസവും എല്ലാം കൂടെ കഴിച്ചോ കേട്ടോ. രസം വേണ്ടേ? എന്നാൽ ചമ്മന്തി. നല്ല ഉപ്പൊക്കെ ഉണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.